आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्म निराकुर्याम् मा ब्रह्म निराकरोद निराकरणमस्तु निराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ओम शांति शांति शांति। प्राणादि विज्ञानं च केवलं कर्म समुचितं वा सकामस्य प्राणात्मप्राप्त्यर्थमेव भवति। निष्कामस्य तु आत्मज्ञानप्रतिबन्धनिर्मार्ष्ट्यै भवति। आदर्शनिर्मार्जनवत् उत्पन्न आत्मविद्यस्य तु अनारंभः निरर्थकत्वात्। कर्मणा बध्यते जन्तुः विद्यया च विमुच्यते तस्मात् कर्म न कुर्वन्ति यतयः पारदर्शिनः इति। क्रियापथश्चैव पुरस्ताद् सन्न्यासश्च तयोः सन्न्यास एव अत्यरेचयत् इति। त्यागेनैके नान्यपन्था विद्यते इत्यादि श्रुतिभ्यः च। कर्मം അവിദ്യാവിഷയമാണെങ്കിലും അല്പഫലത്വാദി ദോഷയുക്തമാണെങ്കിലും പോരെങ്കിൽ ബന്ധരൂപമാണെങ്കിൽ പോലും സകാമനായിരിക്കുന്ന ആൾക്ക് അതത് കർമ്മത്തിൻ്റെ അനിവാര്യതയുണ്ട്. കാമാൻ യഹ് കാമയത്തെ, യാതൊരാൾ കാമങ്ങളെ കാമിക്കുന്നുവോ അവൻ അതത് കാമങ്ങളാൽ ബദ്ധരായിത്തീരുന്നു. ഇപ്പം സമ്പൂർണമായിരിക്കുന്ന ആഗ്രഹനിവൃത്തിയിലേക്ക് എത്തി, സന്തോഷം. ആഗ്രഹനിവൃത്തിയിലേക്ക് എത്താത്ത കാലത്തോളം അതിനുതകുന്ന കർമ്മങ്ങളെ ആചരിച്ചേ മതിയാവും. ആചരിക്കുന്നത് കേവലമായ കർമാചരണമാകാം, കർമ്മസഹിതമായ ഉപാസനയാവാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉപനിഷത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും അഗ്നിഹോത്രം ചെയ്യുന്ന, യജ്ഞനിർവഹണം ചെയ്യുന്ന വേദിയിലേക്ക് ഒരു വിദ്വാൻ കയറി ചെല്ലുന്നത് കാണാം. കയറി ചെന്നിട്ട് ചോദിക്കും, നീ ഏത് ദേവതയെയാണ് ഉപാസിക്കുന്നത്? നിനക്കറിയാമോ? അറിയില്ലെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകും. അപ്പോൾ ഉപനിഷത്ത് പറയും അവൻ്റെ തല പൊട്ടിത്തെറിച്ചു പോയി. കുറച്ച് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ പിന്നെ അവൻ വന്ന് വീണ്ടും അവനെ തന്നെ കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും അതെങ്ങനെയാണ്, അത് തല പൊട്ടിത്തെറിച്ചാൽ പിന്നെ എങ്ങനെ വീണ്ടും വന്നു? ഇവിടെ തല പൊട്ടിത്തെറിച്ചു പോവുക എന്ന് പറഞ്ഞാൽ തല പൊട്ടിത്തെറിക്കുക എന്നല്ല അർത്ഥം. നീ സമൂഹമധ്യത്തിൽ വിദ്വാനായിട്ട് ഇനി അറിയപ്പെടില്ല, അംഗീകരിക്കപ്പെടില്ല എന്ന അർത്ഥം. അത് കഴിഞ്ഞ് അയാൾ ആ അറിവ് നേടി അയാൾ വീണ്ടും വന്നു, വീണ്ടും കർമ്മം ചെയ്തു. ഇതാണ് പദ്ധതി. ഇപ്പം ദേവതാ വിഷയകമായ കർമ്മത്തോടൊപ്പം ദേവതാവിഷയകമായ ജ്ഞാനം അനിവാര്യമാണ്. ദേവതാവിഷയകമായ ജ്ഞാനരഹിതമായി ദേവതാവിഷയകമായ കർമ്മം ചെയ്താൽ
ദോഷാന്ന് അല്ല, ഗുണമല്ല. പറഞ്ഞ അർത്ഥം മനസ്സിലായി എനിക്ക്. ദോഷമെന്നല്ല, അത് പക്ഷേ ഗുണമല്ല. ഗുണമല്ലാച്ചാൽ ദോഷമല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തു പോവും. അതിൻ്റെതായ പരിധിക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കിടക്കും. അപ്പോൾ അവിടെ കർമ്മത്തെയും ഉപാസനയെയും ദേവതാഭിഷേകമായ ജ്ഞാനത്തെയും ചേർത്ത് സമുച്ചയം ചെയ്ത് ഉപാസിക്കുമ്പോൾ രണ്ടിൻ്റെയും ഫലം സിദ്ധമാകും. അങ്ങനെ ആപേക്ഷിക അമൃതത്വം എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്ന ദേവതാത്മഭാവപ്രാപ്തിയിലും മറ്റും അയാൾ ഉയരും. നിഷ്കാമനായ വ്യക്തിക്കോ അപ്പോൾ ഇത് തന്നെ ഈ കർമ്മവും ദേവതാഭിഷേക ജ്ഞാനവും തമ്മിലുള്ള സമുച്ചയം ചെയ്ത് ആചരിച്ചാലോ? അപ്പോൾ പറയുകയാണ്, നിഷ്കാമനാണതെങ്കിൽ തീർച്ചയായിട്ടും അത് ചിത്തശുദ്ധിക്കും തത്വജ്ഞാനപ്രാപ്തി അധികാരത്തിനും വഴിവെക്കും. ഇനി അപ്പം അതുകൊണ്ട് സംസ്കാരാർത്ഥങ്ങളാണ് കർമ്മങ്ങളൊക്കെ. സംസ്കാരാർത്ഥങ്ങളാണ് കർമ്മങ്ങൾ. സംസ്കാരാർത്ഥം എന്ന് പറഞ്ഞാൽ ചിത്ത സംസ്കരണ അർത്ഥകമാണ് കർമ്മം. കർമ്മ നിവർത്തകമായ അഥവാ അജ്ഞാന നിവർത്തകമായ പ്രാണാദിവിജ്ഞാന സഹിതങ്ങളായ കർമ്മങ്ങൾ കേവല കർമ്മങ്ങളല്ല. കേവല കർമ്മങ്ങളല്ല. പ്രാണവിജ്ഞാന സഹിതാനി. പ്രാണവിജ്ഞാന സഹിതമാകുമ്പോൾ അവിടെ പ്രാണവിജ്ഞാനം എന്നുള്ളതിന് ഇത് കർമ്മ അധികരണമായതുകൊണ്ട് സാമാന്യമായി നമ്മൾ പ്രാണാത്മവാദമാണെന്ന് ധരിക്കും. പ്രാണാത്മവാദമല്ല ഇവിടെ എടുക്കേണ്ടത്. കാരണം കർമ്മ സംബന്ധിത്വം ഉള്ളതുകൊണ്ട് ദേവതാഭിഷേകമായ കർമ്മത്തോട് കൂടെ ചേർത്ത് പറഞ്ഞതായതുകൊണ്ട് ഇവിടെ സമഷ്ടിയിലെ വ്യത്യസ്തങ്ങളായ ദേവതകൾ, ആ ദേവതകളുടെ പ്രാണഭാവങ്ങൾ, ആത്മഭാവങ്ങൾ, ദേവതാഭാവജ്ഞാനത്തോടു കൂടിയുള്ള ദേവതാകർമ്മം, ആ ഒരു സമുച്ചയം വന്നാൽ അത് നിഷ്കാമമായ ഭാവത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സത്വശുദ്ധിക്കായിക്കൊണ്ട് ഭവിക്കും. അവിടെയാണ് ദേവയാജി ശ്രേയാൻ ആത്മയാജി വാ. ദേവയാജി ശ്രേയസ്കരനാണ്, ആത്മയാജി ശ്രേയസ്കരനാണ്. ഇവിടെ ഒന്ന് മറ്റൊന്നിനേക്കാൾ എന്നുള്ളതല്ല. ദേവയാജിയാണോ ആത്മയാജിയാണോ ശ്രേഷ്ഠൻ എന്ന് ചോദ്യത്തിന് എന്താ മറുപടി? ദേവയാജിയും ശ്രേഷ്ഠനാണ്, ആത്മയാജിയും ശ്രേഷ്ഠനാണ്. അതത് അധികാരമനുസരിച്ച് ഇത്യുപക്രമ്യ ആത്മയാജീതു കരോതി. ആത്മയാജിയും ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? ഇതമേ അനേനാംഗം സംസ്ക്രിയതേ. അംഗം സംസ്കരിക്കുന്നു എന്ന ഭാവനയോടുകൂടി ആത്മയാജി ചെയ്യുന്നു. നേരത്തെ നമ്മളത് ഗീതയിൽ എന്ന് പറഞ്ഞു, യോഗിന കർമ്മ കുറുവന്തി സംഘം ത്യക്തു ആത്മശുദ്ധയേ. ആത്മശുദ്ധയേ, അന്ധകരണശുദ്ധയേ യോഗിന അഭി കർമ്മ കുറുവന്തി നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് സംസ്കാരാർത്ഥമേവ കർമാണി, സംസ്കാരാർത്ഥം തന്നെയാണ് കർമ്മങ്ങൾ. അതിന് സമർത്ഥകമായിട്ട് മനുസ്മൃതിയിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും 2 വാക്യങ്ങളെ സമുദ്ധരിച്ചു. അതാണ് മഹായജ്ഞൈശ്ച ബ്രാഹ്മീയം ക്രിയതേ തനുഃ. മഹായജ്ഞങ്ങളെക്കൊണ്ട്, യജ്ഞങ്ങളെക്കൊണ്ട് ശരീരം ബ്രാഹ്മീയമായിട്ട് തീരുന്നു, ബ്രഹ്മസംബന്ധിയായി തീരുന്നു, ബ്രാഹ്മണോചിതമായി തീരുന്നു. എന്ന് വെച്ചാൽ അന്ധകരണ ശുദ്ധി, ഏകാഗ്രത തുടങ്ങിയവ വന്ന് ബ്രഹ്മത്തെ, വേദത്തെ അറിയുന്നതിനുള്ള യോഗ്യത കൈവരുന്നു. അതുതന്നെ ഗീതയും പറഞ്ഞു, യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണം. യജ്ഞം, ദാനം, തപസ് എന്നിവ മനുഷ്യന്മാരെ സംബന്ധിച്ച് പാവനങ്ങളാണ്, പരിശുദ്ധമാക്കുന്നവയാണ്. ഇങ്ങനെയുള്ള സ്മൃതിക്കനുസരിച്ചും ഇനി പ്രാണാദിവിജ്ഞാനം ച കേവലം കർമ്മസമുച്ചിതം വ. കേവലമായ പ്രാണാദിവിജ്ഞാനമോ കർമ്മസമുച്ചിതമോ. കർമ്മസമുച്ചിതം എന്ന് പറഞ്ഞാൽ കർമ്മത്തോട് ചേർന്ന പ്രാണാദിവിജ്ഞാനം. കർമ്മം അവിടെ വൈദിക കർമ്മമാണ്.
ഇവിടെ ഈ പ്രകൃതത്തിൽ വൈദിക കർമ്മമാണ്. അപ്പോൾ വൈദിക കർമ്മത്തോട് സമുച്ചയം ചെയ്ത പ്രാണാദി വിജ്ഞാനം എന്ത് വരുന്നു? പ്രാണാത്മപ്രാപ്ത്യർത്ഥമേവ ഭവതി. ആർക്ക്? സകാമസ്യ. ഇവിടെ എന്താണ് പ്രാണാത്മഭാവം? ഇപ്പം സാമാന്യമായി ഇത് കർമ്മസഹിതമായ പ്രകരണമാണ്. ഒന്നവിടുന്ന് മാറി ചിന്തിക്കാം. ദേഹാത്മവാദം, ശരീരം തന്നെയാണ് ആത്മാവെന്ന വാദം, അത് തെറ്റെന്നാരും പറഞ്ഞേക്കരുത്. അതൊരു തലമാണ്. ആ തലത്തിൽ അത് തന്നെയാണ്. ഞാൻ ഈ ശരീരമാണെന്ന് കണക്കാക്കിയ ഒരാളോട് നീ ശരീരമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ആ തലത്തിൽ നീ ശരീരത്തെ സംസ്കരിക്കണം, കുളിക്കണം, കുറിയിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലാണ് പോകേണ്ടത്. അതിന് കുറച്ചും കൂടി സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ പ്രാണയേവ ആത്മാ, പ്രാണൻ തന്നെയാണ് ആത്മാവെന്ന് കണക്കാക്കുന്ന പ്രാണാത്മവാദം. അപ്പോൾ ശരീരാത്മവാദികളോ ശരീരമുണ്ടെങ്കിലേ ജീവനുള്ളൂ, ശരീരം ഇല്ലെങ്കിൽ ജീവനില്ല. അപ്പോൾ ജീവനാസ്പദ ഏതാ? ശരീരമാണ്. പ്രാണാത്മവാദികളോ പ്രാണനുണ്ടെങ്കിലേ ജീവനുള്ളൂ, പ്രാണൻ ഇല്ലെങ്കിൽ ചത്തു, പ്രാണൻ പോയാൽ പോയി. ലൗകികരും അങ്ങനെ തന്നെയാണ് പറയണത്, പ്രാണൻ പോയാൽ പോയി. അപ്പോൾ പ്രാണനാണ് പ്രധാനം എന്നുള്ളതാണ് പ്രാണാത്മവാദം. പ്രാണനല്ല വിജ്ഞാനാത്മവാദികൾ. വിജ്ഞാനമാണ് പരമമായത്, പ്രാണനല്ല. അപ്പം ഈ തലങ്ങളെല്ലാം അതിക്രമിച്ചിട്ടാണ് നിരുപാധികമായ സച്ചി സ്വരൂപമാണ് ആത്മാ എന്നുള്ള ആത്മതത്വബോധത്തിലേക്ക് ഉയരുന്നത്. അപ്പം അവിടെ ദേഹാത്മവാദികൾ ദേഹത്തെ പോഷിപ്പിച്ച് ദേഹത്തിൻ്റെ തലത്തിൽ തന്നെ കഴിഞ്ഞ് ദേഹത്തെ തർപ്പണം ചെയ്ത് അങ്ങനെ കഴിഞ്ഞുകൂടി വീണ്ടും ദേഹത്തെ ഗ്രഹിക്കും. പ്രാണാത്മവാദികൾ, പ്രാണോപാസകന്മാർ പ്രാണാത്മഭാവത്തെ പ്രാപിക്കും. പ്രകൃതി ലയം വരെ പോകാം, പ്രകൃതി ലയം വരെ പോകാം. ഇങ്ങനെ ഒരു പദ്ധതി അങ്ങനെ. എന്നാൽ ഇവിടെ കർമ്മത്തോട് സമുച്ചയം ചെയ്യാവുന്ന പ്രാണാദി വിജ്ഞാനമാണ് പറഞ്ഞത്. അപ്പോൾ കർമ്മത്തോട് സമുച്ചയം ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈദിക കർമ്മങ്ങളോട് സമുച്ചയം ചെയ്യുക. എന്താ വൈദിക കർമ്മങ്ങളൊക്കെ തന്നെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, വ്യത്യസ്തങ്ങളായ ദേവതകളെ വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങളോടുകൂടി വ്യത്യസ്തങ്ങളായ ഹവിരർപ്പണങ്ങളെ ചെയ്ത് സന്തുഷ്ടരാക്കുക. അതിലൂടെ പുണ്യം, അപൂർവമായിരിക്കുന്ന പുണ്യം സമ്പാദിക്കുക. അപൂർവമായിരിക്കുന്ന, അത് ക്രിയാസാധ്യമാണ് അപൂർവം, ക്രിയയിലൂടെ നേടുന്നതായതുകൊണ്ടാണ് അപൂർവം എന്ന് പറയുന്നത്. അപൂർവമായിരിക്കുന്ന പുണ്യത്തിൻ്റെ ഫലമായിട്ട് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കുക. സ്വർഗത്തിലെ ഉപഭോഗം ചെയ്ത് പൂർത്തിയായ തിരികെ വരിക, വീണ്ടും ഇങ്ങനെ ഗതാഗതം. അത്രേ പറയാനൊക്കെ. അപ്പോൾ വ്യത്യസ്തങ്ങളായ ദേവതാ വിഷയജ്ഞാനവും ദേവതാവിഷയകങ്ങളായ കർമ്മങ്ങളും സമുച്ചയം ചെയ്ത് അനുഷ്ഠിക്കുന്ന സകാമനെ സംബന്ധിച്ച് പ്രാണാത്മപ്രാപ്തി അർത്ഥം ഭവതി. പ്രാണാത്മപ്രാപ്തി അർത്ഥമാകുന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രാണാത്മഭാവം അല്ല. കാരണം അവിടെ വൈദിക കർമ്മസഹിതമല്ല നേരത്തെ പറഞ്ഞത്, ഇത് വൈദിക കർമ്മസഹിതമാണ്. അതുകൊണ്ട് സമഷ്ടിയിലെ വ്യത്യസ്തങ്ങളായ പ്രാണഭാവങ്ങളാകുന്ന വ്യത്യസ്ത ദേവതകളെ നമുക്കെടുക്കാം. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ദേവാൻ ദേവയജോ യന്തി എന്നുള്ള ഗീതാവാക്യം നേരത്തെ അവിടെ പറഞ്ഞത്. ഇവിടെ ലൗകിക ജീവിതത്തിൽ തന്നെയാണ് വൈദിക കർമ്മങ്ങളെ ചെയ്യുന്നത്. അപ്പോൾ വൈദിക കർമ്മങ്ങളെ ഒരു വിശിഷ്ട കർമ്മം കൊണ്ട് ഏത് മന്ത്രത്തിൻ്റെ ദേവത എന്ത്, ആ മന്ത്രത്തിലൂടെ ഉപാസിക്കുന്നത് എന്ത്, ഉപാസിക്കപ്പെടുന്നത് എന്ത്, ഈ കർമ്മത്തിൻ്റെ അതിദേവത ഏത്, ആ അതിദേവതയുടെ ഭാവം എന്ത് തുടങ്ങിയ അറിവോടുകൂടി അത് ചെയ്യുമ്പോൾ ആ ദേവതാഭവനം വരെ അയാൾക്ക് എത്തിച്ചേരാം. എന്നാൽ
ആ ചെയ്യുന്നത് നിഷ്കാമിയാണെങ്കിലോ നിഷ്കാമഭാവത്തോടു കൂടിയാണെങ്കിൽ ആത്മജ്ഞാന പ്രതിബന്ധ നിർമാർഷ്ട്യൈ ഭവതി. ആത്മജ്ഞാനത്തിന് പ്രതിബന്ധമാകുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നതിനായി കൊണ്ടുതീരുന്നു. അയാൾ ആത്മജ്ഞാനത്തിലേക്ക് ഉയരുന്നു, ആത്മജ്ഞാന അധികാരം നേടുന്നു എന്നർത്ഥം. ഏതുപോലെ ആദർശ നിർമാർജനവത്, കണ്ണാടിയെ തുടയ്ക്കുന്നത് പോലെ ഉത്പന്ന ആത്മവിദ്യസ്യ, ഇവിടെയാണ് നമ്മൾ വായിച്ചു വെച്ചത്. നേരത്തെ അതിൽ സന്ദേഹങ്ങൾ നിലനിൽക്കുമ്പോൾ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞ് മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഉത്പന്നാത്മവിദ്യസ്യ, ആത്മജ്ഞാനം ഉത്പന്നമായ പ്രകടമായ ആളെ സംബന്ധിച്ച് തു അനാരംഭ, കർമ്മ അനാരംഭമാണ്. നൈവ കുറുവന്ന കാരയൻ എന്നൊക്കെ ഗീത ആ തലത്തിൽ പറയും. ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല എന്ന്. അതാണ് എന്തുകൊണ്ട് അനാരംഭ, നിരർത്ഥകത്വം. അത് നിരർത്ഥകമാണ്, പ്രയോജനമില്ല. അയാളൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും നേടാനില്ല, പിന്നെ പ്രത്യേകം നേടാനുള്ള വ്യാപാരങ്ങളിൽ അയാൾ പ്രവർത്തിക്കുന്നില്ല. വ്യത്യസ്തങ്ങളായ കാമനകൾ കർമ്മങ്ങൾക്ക് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാമനകൾ ഇച്ഛിക്കുന്നവനല്ലേ അത് ചെയ്യാൻ പോളൂ. കിം പ്രജയാ കരിഷ്യാമഹ, സന്താനത്തെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ഉറപ്പുള്ളവൻ സന്താനാർത്ഥമുള്ള യജ്ഞം ചെയ്യാൻ പോവോ? പോയില്ല. സ്വർഗകാമോ യജേത എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിനായിക്കൊണ്ട് ഇന്ന യജ്ഞം ചെയ്തോളൂ പറഞ്ഞു. സ്വർഗം ആഗ്രഹിക്കാത്തവന് ചെയ്യാൻ പോവോ? ചെയ്യില്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും ബോധവാൻ അല്ലാതെ ചെയ്താലോ? അതൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ചൊന്നും ബോധവാൻ അല്ലാതെ അങ്ങോട്ട് ചെയ്തു വെച്ചാലോ? എന്താ അഭിപ്രായം? കിട്ടുകയല്ലാന്നോ? അതൊരു ചർച്ചാ വിഷയമാണ്. നമ്മളെ ഇവിടെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ, നമ്മളെ പല ഹൈന്ദവ പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നൊരു വ്യക്തി. അപ്പോൾ അതേപ്പോഴും ഇവിടെ വന്ന് സംസാരിക്കും, നമ്മൾ സംസാരിക്കും. അപ്പോൾ സമാജത്തിന് വേണ്ടി സമർപ്പിതമാണ് ജീവിതം. എന്നാൽ കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല, സന്തോഷം, നല്ലത് തന്നെ. അയാൾ കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ അപ്പോഴും നമ്മൾ നല്ലതെന്ന് പറയും. കല്യാണം നല്ലത് തന്നെ എന്നേ പറയുള്ളൂ. അപ്പോൾ തീർത്തും നമ്മൾ ശക്തമായിട്ട് ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, XYZ. അങ്ങനെ ഒരിക്കൽ ഒരു സ്ഥലത്ത്, കേരളത്തിൽ തന്നെയാണ്, ഒരു യാഗവിശേഷം നടക്കുന്നുണ്ട്. പലവിധ യജ്ഞങ്ങളുണ്ട്. അതിൽ ഗൗവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക പൂജകളുണ്ട്. നമ്മളവിടെ ഒരു പ്രഭാഷണത്തിന് പോയതാണ്. അതുകൊണ്ട് യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഈ കക്ഷിയാണ് മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പോൾ ഓരോരോ മന്ത്രത്തിലും പുത്രോമേ ജായതാം എന്നുണ്ട്. അത് 140 എത്രയോ ഉരു ചൊല്ലുന്നുണ്ട്. നമ്മൾ കേട്ടു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോയി ചായ, കട്ടൻ ചായ എന്തോ തന്നു സംഘാടകർ. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ കർമ്മം കഴിഞ്ഞ് ഞാൻ സ്വാമിജി വന്നപ്പോൾ എനിക്ക് സ്വീകരിക്കാനും പറ്റില്ല. നിങ്ങൾ ഒരു കുഴപ്പമില്ല, ഒക്കെ ഭംഗിയായി നോക്കിയിട്ട് നമ്മളെ കാര്യം, ചായയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെ വകയിൽ എപ്പോഴാണ് എനിക്ക് കട്ടൻ ചായ തരിക എന്ന് ചോദിച്ചു. ഇതന്നെ സ്വാമി എന്താ പറയണത്? സ്വാമിക്ക് കിട്ടിയല്ലോ. അല്ല, ഇതിപ്പോൾ നിങ്ങളെ വകയിലല്ല, ഇത് സംഘടനയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ വകയായിട്ടാണ്. നിങ്ങളെ വകയിൽ എപ്പോൾ തരും? സ്വാമിജി എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായില്ല. അല്ല, ഞാൻ വന്നപ്പോൾ ഞാൻ കേട്ടത് എനിക്ക് മകനുണ്ടാവണം എന്ന് മന്ത്രം ചൊല്ലണതാ കേട്ടത്. അപ്പോൾ പിന്നെ കല്യാണം കഴിക്കണ്ടേ? അതെപ്പോഴാ? ഞാൻ കല്യാണമൊന്നും കഴിക്കില്ല, ഞാൻ ഹിന്ദു സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെച്ചതാണ്. റൈറ്റ്, സന്തോഷം. കുറച്ച് കാലം കഴിഞ്ഞു, ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ കക്ഷി ഇവിടെ വന്നു. സ്വാമിജി വിവാഹമാണ്, സ്വാമിജിനെ വിളിക്കണില്ല, എല്ലാ അനുഗ്രഹവും വേണം. അപ്പോൾ ആരാണ്? അത് നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെ ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അമ്മ കുട്ടിയാണ്. സന്തോഷം, നന്നായി. മുൻകൂട്ടി പരിചയമുള്ളവരാണല്ലോ, നല്ല കാര്യം.
അതിപ്പോൾ വല്ല വിവാഹം കഴിഞ്ഞു സന്തോഷമായിട്ട് ഒരു കഴിയുന്നുണ്ട്. നല്ലത്. പ്രവർത്തനവും ചെയ്യുന്നുണ്ട്, പലവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടാൾക്കും ഒന്നിച്ച് ചെയ്യാനും പറ്റും. നല്ലതാണ്. അപ്പോൾ അത് പുത്രോമേ ജായതാം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമോ അനർത്ഥമൊന്നും വിചാരിച്ചിട്ടല്ല ചൊല്ലിയിട്ടുള്ളതെങ്കിലും അനുഭവത്തിൽ വന്നു എന്നുള്ളത് പരമാർത്ഥം. അല്ല, എനിക്കറിയില്ല. ഫലിച്ചു എന്നാ പറയണത്. ഫലിക്കുന്ന ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു എന്നാരോടും പറഞ്ഞേക്കരുത്. ഫലിച്ചു എന്നാ പറയണത്. ഫലിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന് നാളെ അതൊക്കെ പ്രശ്നമാണ്. ഇയാളുടെ കേസിലുണ്ടായി, അത്രേ പറഞ്ഞു. അപ്പോൾ കർമ്മണാബദ്ധ്യതേ ജന്തു വിദ്യയാ ച വിമുച്യതേ. കർമ്മം കൊണ്ട് ജന്തു ബന്ധിക്കപ്പെടുന്നു. ജന്തു പറഞ്ഞാൽ ജനനശീല. ജന്തു ജനനശീല. ജനിച്ചവനാരോ ജനിക്കുന്നവനാരോ അവനാണ് ജന്തു. അപ്പം ജന്തു, നമ്മളൊക്കെ ജന്തുക്കളാണ്, ജനിച്ചവരാണ്. കർമ്മണാബദ്ധ്യതേ, കർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടുന്നു. വിദ്യയാച വിമുച്യതേ, വിദ്യ കൊണ്ട് മുക്തനാക്കപ്പെടുന്നു. തസ്മാത്, അതുകൊണ്ട് പാരദർശിനഃ യതയഃ, അപ്പുറം കണ്ടിട്ടുള്ള യതിമാർ, അപ്പുറം കണ്ടിട്ടുള്ള യതിമാർ, മനസ്സിലായല്ലോ? ഇപ്പോൾ തൽക്കാലം അല്ല, തദ്ദേശമല്ല, തത്കാലത്തിനും തദ്ദേശത്തിനും അപ്പുറത്ത് കണ്ടിട്ടുള്ള മനോനിയന്ത്രണ സമ്പന്നരായവർ. യതിക്ക് വാച്യാർത്ഥം പൂർണ്ണമായി യമം ചെയ്തിട്ടുള്ളവർ, നിയന്ത്രണം ചെയ്തിട്ടുള്ളവർ. പക്ഷേ ലക്ഷ്യാർത്ഥം സന്യാസി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് യതി ശബ്ദം പൊതുവെ പ്രയോഗിക്കാറ്. അപ്പം അങ്ങനെയുള്ള യതികൾ ആരാ? പാരദർശിനഃ, പാരം കാണുന്നവർ, അപ്പുറം കാണുന്നവർ, കടന്ന് കാണുന്നവർ. അവർ കർമ്മന കുർവന്തി, കർമ്മം ചെയ്യുന്നില്ല. ഇത് പിന്നെ ഇത് മനുവിൻ്റെ വാക്യാണ്, മഹാഭാരതത്തിലുണ്ടെന്നാണ് തോന്നണത്. അതെ, മഹാഭാരതം. ക്രിയാപഥശ്ചൈവ പുരസ്താ സന്യാസശ്ച ഉത്തരേണ. ക്രിയാപദശ്ചൈവ പുരസ്താത് സന്യാസശ്ച ഉത്തരേണ എന്ന്. വൈദികമായ മാർഗം അഥവാ മാർഗങ്ങൾ രണ്ടാണ്. ആദ്യം ക്രിയാപഥം, പുരസ്താത് ആദ്യം ക്രിയാപഥം, സന്യാസശ്ച ഉത്തരേണ, പിന്നീട് സന്യാസത്തിൻ്റെ മാർഗവും. ഇങ്ങനെ രണ്ട് മാർഗങ്ങൾ വൈദികമായ സമ്പ്രദായം. അതാണ് സനാതനധർമ്മം. ദ്വിവിധോഹി വേദോക്തോ ധർമ്മ. വേദോക്തമായ ധർമ്മം രണ്ട് കൈവഴികളിലാണ് പിരിഞ്ഞിരിക്കുന്നത്. മൂന്നില്ല, അല്ലേ? മൂന്നില്ല. അത് ഒന്ന് ഓർമ്മിക്കേണ്ടതാണ്. രണ്ടാണ്. ഒന്നുകിൽ ബ്രഹ്മചര്യം പൂർത്തിയാക്കി വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുക, അവിടെ ഗാർഹസ്ഥ്യ ധർമ്മങ്ങളെ പാലിച്ച് വാനപ്രസ്ഥത്തിലേക്കോ സന്യാസത്തിലേക്കോ പോവാം. വാനപ്രസ്ഥത്തിൽ പോയാൽ അവിടുന്ന് സന്യസിക്കുക. അങ്ങനെയുള്ളവരായ ഒരു വഴി. ഇതിപ്പോൾ ഒരു ജന്മം കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കാം, ഇല്ലെങ്കിൽ അതിലേക്കാണ് തുടർച്ച, അത്രയേ പറയാൻ പറ്റും. അല്ലെങ്കിൽ വിവേകപൂർണമായ വൈരാഗ്യം വരുമ്പോൾ ഉടനെ സന്യസിച്ചോളാം. അത് എവിടുന്നായാലും കൊള്ളാം. ഈ പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗമെന്ന രണ്ടെണ്ണം ഉണ്ട്. അതിൽ ക്രിയാപദശ്ചൈവ പുരസ്ത, ആദ്യം ക്രിയാപദം വരുന്നു. വൈദിക കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് ചിത്തശുദ്ധിയെ സമാർജിക്കേണ്ടുന്ന മാർഗമാണ് ആദ്യം വരുന്നത്. സന്യാസശ്ച ഉത്തരേണ, പിന്നീട് സന്യാസത്തിൻ്റെ മാർഗം വരുന്നു. അത് ഒരു വാക്യമാണ്. അടുത്ത വാക്യം തയോഹോ ന്യാസയേവ അത്യരേചയത്. ഇവയിൽ സന്യാസം തന്നെ സർവോത്കൃഷ്ടമായത്. സർവോത്കൃഷ്ടമായത് സന്യാസം തന്നെ. അങ്ങനെയും ബാക്കിയുണ്ട്. ന്യാസ ഇതി ബ്രഹ്മ ന്യാസയേവ അത്യരേചയത് എന്നൊക്കെ ശ്രുതി തന്നെ പറയുന്നുണ്ട്. ന്യാസമാണ് ബ്രഹ്മം. ന്യാസം
മറ്റെല്ലാത്തിനെയും അതിക്രമിച്ച് നിൽക്കുന്നു എന്നൊക്കെ ശ്രുതിവാക്യം തന്നെ പറയും. ത്യാഗേനൈകേ അമൃതത്വമാനശു. ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു. കർമ്മം കൊണ്ടോ ധനം കൊണ്ടോ പ്രജ കൊണ്ടോ അമൃതത്വപ്രാപ്തിയില്ല. പിന്നെയോ ത്യാഗം കൊണ്ട് മാത്രമാകുന്നു ചിലർ അമൃതത്വത്തെ പ്രാപിച്ചിട്ടുള്ളത് എന്ന് ഉപനിഷത്ത് തന്നെ പറയും, ശ്രുതി തന്നെ പറയും. ഇപ്പം ത്യാഗത്തിൻ്റെ സന്യാസത്തിൻ്റെ മാർഗം. നാന്യപന്ഥാവിദ്യത, വേറെ വഴിയില്ല എന്നും പറഞ്ഞിരിക്കുക. നാന്യപന്ഥാവിദ്യത, ത്യാഗത്തിൻ്റെ സന്യാസത്തിൻ്റെ വഴി അല്ലാതെ വേറെ വഴി ഇല്ല. ഇത്യാദി ശ്രുതിഭ്യശ്ച എന്ന് തുടങ്ങിയ ശ്രുതികളെ കൊണ്ട് എന്ത് വ്യക്താവും? നിഷ്കാമനായ പോരാ, തദ്വാര ആത്മജ്ഞനായ ആൾക്ക് കർമ്മങ്ങൾ ഇല്ല എന്ന് മനസ്സിലാവും. അതിൽ നിന്ന് കർമ്മങ്ങൾ അപ്രസക്തമായി കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ന്യായാച്ച്, ന്യായം കൊണ്ടും. എന്താ ന്യായം? ഉപായഭൂതാനി ഹി കർമാണി സംസ്കാരദ്വാരേണ ജ്ഞാനസ്യ. അത് വായിച്ചിട്ടില്ല. ന്യായാച്ച് ഉപായഭൂതാനി ഹി കർമാണി സംസ്കാരദ്വാരേണ ജ്ഞാനസ്യ. ജ്ഞാനേന തു അമൃതത്വപ്രാപ്തി ഹി അമൃതത്വം ഹി വിന്ദതേ വിദ്യയാ വിന്ദതേ മൃതം ഇത്യാദി ശ്രുതിസ്മൃതിഭ്യശ്ച. നഹി നദ്യാഃ പാരഗഃ നാവം ന മുഞ്ചതി യഥേഷ്ടദേശാഗമനം പ്രതി സ്വാതന്ത്ര്യെ സതി. ന്യായാച്ച്, ന്യായം കൊണ്ടും. അപ്പോൾ ഇപ്പോൾ ശ്രുതിയും സ്മൃതിയും ചൂണ്ടിക്കാണിച്ചു. ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശൈലി ആശയസമർത്ഥനത്തിന് സാമാന്യമായിട്ടങ്ങനെ പറഞ്ഞു പോകും, യുക്തിപൂർവം. എന്നാൽ തർക്കം വരാവുന്ന സ്ഥലങ്ങളിലൊക്കെ തൻ്റെ ദൃഢമായ അഭിപ്രായം പറഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ സമർത്ഥിക്കാൻ ശ്രുതികളുണ്ട് എന്ന് പറയും. ശ്രുതികളെ സമുദ്ധരിച്ചു കഴിഞ്ഞാൽ സ്മൃതികളുണ്ട് എന്ന് പറയും. അങ്ങനെയാണ് ഇവിടെ ചെയ്തത്. അത് കഴിഞ്ഞാൽ ന്യായങ്ങൾ പറയും. ന്യായം എന്നുള്ളത് ഒന്നെങ്കിൽ യുക്തിപൂർവമായി സമർത്ഥിക്കുന്നതാവും, അല്ലെങ്കിൽ മറ്റാചാര്യന്മാരുടെ സമ്മതിയെ എടുത്തു കാണിക്കുന്നതാവും. ഇങ്ങനെയൊക്കെ ന്യായമുണ്ട്. അപ്പം ന്യായാച്ച്, ന്യായം കൊണ്ടും. എന്താ ന്യായം? ഉപായഭൂതാനി ഹി കർമാണി സംസ്കാരദ്വാരേണ ജ്ഞാനസ്യ. കർമ്മങ്ങൾ സംസ്കാരത്തെ ചെയ്യുന്നതിലൂടെ ജ്ഞാനത്തിന് ഉപായഭൂതങ്ങളാണ്. കർമ്മങ്ങൾ സംസ്കാരത്തെ ചെയ്യുന്നതിലൂടെ ജ്ഞാനത്തിന് ഉപായഭൂതങ്ങളാണ്. വെച്ചാൽ കർമ്മങ്ങൾ മനസ്സിൻ്റെ ഏകാഗ്രത, ബുദ്ധിയുടെ ശുദ്ധി തുടങ്ങി ഉള്ള ഫലത്തെ ചെയ്യും, ചിത്തസംസ്കരണം ചെയ്യും. അപ്പം ചിത്തസംസ്കരണത്തിലൂടെ ജ്ഞാനാർത്ഥകങ്ങളാണ് എന്ത്? കർമ്മങ്ങൾ. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തൂപലബ്ധയേ. ചിത്തത്തിൻ്റെ അന്ധകരണത്തിൻ്റെ ശുദ്ധിക്കായിക്കൊണ്ടാണ് കർമ്മം, അല്ലാതെ ആത്മവസ്തുബോധത്തിനല്ല. പരമ്പരയ വസ്തുബോധത്തിന് കാരണമാവും ചിത്തശുദ്ധി ദ്വാര. അങ്ങനെ മനസ്സിലാക്കണം. അമൃതത്വം ഹി വിന്ദതേ, അമൃതത്വത്തെ നേടുന്നു. വിദ്യയാ വിന്ദതേ അമൃതം, വിദ്യ കൊണ്ടാണ് അമൃതത്വത്തെ പ്രാപിക്കുന്നത് തുടങ്ങി ശ്രുതി സ്മൃതികൾ പറയുന്നുവല്ലോ. നഹി നദ്യാഃ പാരഗഃ നാവം ന മുഞ്ചതി യഥേഷ്ട ദേശഗമനം പ്രതി സ്വാതന്ത്ര്യ സതി.
ഒരാൾ നദിയിൽ കയറി, തോണിയിൽ കയറി നദിയെ തരണം ചെയ്യാണ്. തോണി ഉപയോഗിച്ച് നദി തരണം ചെയ്യുന്നു. എന്തിനാണ്? അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട്, ഈ പുഴയുടെ മറുകര എത്താൻ വേണ്ടി തോണിയിൽ കയറി. തോണി തുഴഞ്ഞു മറുകര എത്തി. മറുകര എത്തിക്കഴിഞ്ഞാൽ അയാൾ തോണി ഇറങ്ങുമോ ഇല്ലയോ? ഇറങ്ങണം. അല്ല, ഇത് പല സ്ഥലത്തേക്ക് പോകാൻ ഉപകാരമാവുമല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാം എന്ന് വിചാരിക്കാറില്ല. അതാണ് യഥേഷ്ട ദേശഗമനം പ്രതി സ്വാതന്ത്ര്യം. അത് എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ നല്ലതാണല്ലോ, അതുകൊണ്ട് ഈ തോണിയിൽ തന്നെ ഇരിക്കാം എന്ന് വിചാരിക്കുമോ? അതില്ല. അവിടെ പരമാവധി ചെയ്യാൻ പറ്റുക തോണി അവിടെ കെട്ടിയിടുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ തോണി എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയാം, എന്നിട്ട് അയാൾ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുന്നു, അതൊക്കെ പറയാം. പക്ഷെ തോണിയിൽ നിന്ന് ഇറങ്ങാതിരിക്കില്ല. കാരണം മറുകര എത്താൻ വേണ്ടിയിട്ടാണ് തോണി പോയത്. ഇതേപോലെ കർമ്മം ചിത്തശുദ്ധിയിലൂടെ ആത്മജ്ഞാനത്തിന് കാരണമാകുമ്പോൾ ആത്മബോധോദയത്തിൽ പിന്നെ കർമ്മം അപ്രസക്തമാകുന്നു. ഇനി അയാൾക്ക് വീണ്ടും കർമ്മം ചെയ്യാം, അതിന് വിരോധമില്ല. അത് സ്വസാധനയായിട്ടായിരിക്കില്ല. ശ്രദ്ധിക്കുക. നഹി സ്വഭാവസിദ്ധം വസ്തു സിഷാധയിഷതി സാധനൈഃ. നഹി സ്വഭാവസിദ്ധം വസ്തു സിഷാധയിഷതി സാധനൈഃ. സ്വഭാവസിദ്ധശ്ച ആത്മാ തഥാ ന ആപിപൈഷിതഃ ആത്മത്വേ സതി നിത്യാപ്തത്വാത് നാപി വിചികാരൈഷിതഃ ആത്മത്വേ സതി നിത്യത്വാത് അവികാരിത്വാത് അവിഷയത്വാത് അമൂർത്തത്വാത് ച.